ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിസീസ് ഹിന്ദി ലേണിംഗ് വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് വാക്കുകളും അവ എങ്ങനെയാണ് സെൻറ്റൻസായി പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ലേസി, ലേസി എന്ന് പറഞ്ഞാൽ മടി. ലേസി, മടിയൻ, മടിച്ചി. അപ്പോൾ മടിയനാകുന്നത്. ഡോണ്ട് ബി ലേസി ഇൻ യുവർ വർക്ക്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ മടി കാണിക്കരുത്, മടിയനാകരുത് എന്നാണ് പറയുന്നത്. ഡോണ്ട് ബി ലേസി, മടിയനാകരുത്. ഇൻ യുവർ വർക്ക്, നിങ്ങളുടെ ജോലിയിൽ മടി കാണിക്കരുത്. അപ്പനെ കാമ്മേം ആലസി മദ്ബനോ. അപ്പനെ കാമ്മേം, അവരവരുടെ, കാമ്മേം ജോലിയിൽ, ആലസി ലേസി മദ്ബനോ എന്ന് വെച്ചാൽ അവരവരുടെ ജോലിയിൽ നിങ്ങൾ മടി കാണിക്കരുത്, മടിയനാകരുത്. അപ്പനെ കാമ്മേം ആലസി മദ്ബനോ. ലേസി എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ്? ആലസി, ആലസി. ഐ സോ എ സ്ട്രേഞ്ച് മാൻ. ഐ സോ എ സ്ട്രേഞ്ച് മാൻ. ഞാൻ ഒരു നമുക്ക് പരിചയമില്ലാത്ത പ്രത്യേക ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. നമുക്ക് യാതൊരു പരിചയമില്ലാത്തവരെയാണ് നമ്മൾ സ്ട്രേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഐ സോ എ സ്ട്രേഞ്ച് മാൻ, മേനെ എക് അജീബ് ആദ്മി കോ ദേഖ. അപ്പോൾ സ്ട്രേഞ്ച് മാൻ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ്? അജീബ് ആദ്മി, അജീബ് ആദ്മി. ഐ സോ എ സ്ട്രേഞ്ച് മാൻ, മേനെ എക് ഞാൻ ഒരു, അജീബ് ആദ്മി ദേഖ ഒരു സ്ട്രേഞ്ച് ആയ വിചിത്ര മനുഷ്യനെ കണ്ടു. ഞാനൊരു വിചിത്ര മനുഷ്യനെ കണ്ടു. ഐ സോ എ സ്ട്രേഞ്ച് മാൻ, മേനെ ഏക്ക് എന്ത് മനുഷ്യനെയാണ് കണ്ടത്? അജീബ് ആദ്മി ദേഖ. യു ഷുഡ് ഇംപ്രൂവ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. യു ഷുഡ് ഇംപ്രൂവ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. ഇംപ്രൂവ് ചെയ്യുക. നമ്മളുടെ ഹാൻഡ് റൈറ്റിങ്, എഴുത്ത് ഇംപ്രൂവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നന്നാക്കാനുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ യു ഷുഡ് ഇംപ്രൂവ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. ആപ്കോ താങ്കൾക്ക്, അപ്പനി ലിഖാവട്ട് താങ്കളുടെ കൈയക്ഷര, ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളതിന് ലിഖാവട്ട്. ഇംപ്രൂവ് എന്നുള്ളതിന് സുധാർനി ചാഹിയേ. ഇംപ്രൂവ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. യു ഷുഡ് ഇംപ്രൂവ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. ആപ്കോ താങ്കൾക്ക്, അപ്പനി താങ്കളുടെ, ലിഖാവട്ട് ഹാൻഡ് റൈറ്റിംഗ്, സുധാർനി ചാഹിയേ മെച്ചപ്പെടുത്തണം, മാറ്റിയേ പറ്റൂ. യു ഷുഡ് ഇംപ്രൂവ് യുവർ ഹാൻഡ് റൈറ്റിംഗ്. ആപ്കോ അപ്പനി ലിഖാവട്ട് സുധാർനി ചാഹിയേ താങ്കളുടെ കൈയക്ഷരം നന്നാക്കണം, മെച്ചപ്പെടുത്തണം. He finished his homework quickly. He finished his homework quickly. അപ്പോൾ ഇവിടെ അവൻ്റെ ഹോംവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തു എന്നാണ് പറയുന്നത്. ഫിനിഷ്ഡ് എന്ന് പറയാം തീർക്കുക, ഹോംവർക്ക് ക്വിക്ക്ലി പെട്ടെന്ന്. അവൻ്റെ ഹോംവർക്ക് എന്ത് തന്നെ ആയാലും അത് പെട്ടെന്ന് ചെയ്തു എന്നാണ് പറയുന്നത്. ഉസ്നെ അപ്പന ഹോംവർക്ക് ജൽദി സേ പൂരാ കർ ലിയ. അപ്പോൾ ക്വിക്ക്ലി എന്നുള്ളതിന് ഇവിടെ എന്താണ്? ജൽദി സേ. ഫിനിഷ്ഡ് എന്നുള്ളതിന് പൂരാ കർ ലിയ. ഉസ്നെ അപ്പന ഹോംവർക്ക് ജൽദി സേ പൂരാ കർ ലിയ. ഹി ഫിനിഷ്ഡ് പൂരാ കർ ലിയ. എങ്ങനെ? ജൽദി സേ പെട്ടെന്ന്. അവൻ വേഗം ഗൃഹപാഠം പൂർത്തിയാക്കി. ഉസ്നെ അപ്പന homework जल्दी से पूरा कर लिया. He finished his homework quickly. Please keep silent in the class. Please keep silent in the class. കൃപയ എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നാണ്. കൃപയ. കക്ഷാമേം, കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം, ക്ലാസ്. കൃപയ കക്ഷാമേ ചുപ് രഹേ, സൈലൻ്റ് ആയിരിക്കുക. കൃപയ പ്ലീസ് എന്നുള്ളതാണ്. കക്ഷ ക്ലാസ്, സൈലൻ്റ് ചുപ് രഹന ചുപ്. അപ്പം കൃപയ കക്ഷാമേ ചുപ് രഹേ. പ്ലീസ് കീപ് സൈലൻ്റ് ഇൻ ദ ക്ലാസ്. കൃപയ കക്ഷാമേ ചുപ് രഹേ.
ദയവായി ക്ലാസ്സിൽ മിണ്ടാതിരിക്കൂ. കൃപയ കക്ഷാമേ ചുപ് രഹേ. പ്ലീസ് കീപ് സൈലൻറ്റ് ഇൻ ദ ക്ലാസ്. കൃപയ കക്ഷാമേ ചുപ് രഹേ. ദിസ് ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ദിസ് ഫ്ലവർ, ഈ പൂവ്, ഈസ് വെരി ബ്യൂട്ടിഫുൾ, വളരെ സുന്ദരമാണ്, വളരെ മനോഹരമാണ്. അപ്പം ദിസ് എന്നുള്ളതിന് യഹ്, ഫ്ലവർ എന്നുള്ളതിന് ഫൂൽ, യഹ് ഫൂൽ, വെരി എന്നുള്ളതിന് ബഹുത്ത്, ബ്യൂട്ടിഫുൾ എന്നുള്ളതിന് സുന്ദർ. അപ്പോൾ യഹ് ഫൂൽ ബഹുത്ത് സുന്ദർ ഹേ. യഹ് ഫൂൽ, ഈ പൂവ്, ബഹുത്ത് സുന്ദർ ഹേ, വളരെ മനോഹരമാണ്, ബ്യൂട്ടിഫുള്ളാണ്. ദിസ് ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഈ പൂവ്, ദിസ് ഫ്ലവർ ഈസ് വെരി ബ്യൂട്ടിഫുൾ, വളരെ ഭംഗിയുള്ളതാണ്. ഈ പൂവ് വളരെ മനോഹരമാണ്. യഹ് ഫൂൽ ബഹുത്ത് സുന്ദർ ഹേ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്. ഇഫ് യു വർക്ക് ഹാർഡ്, നീ വളരെ നന്നായി കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ, യു വിൽ സക്സീഡ്, നീ വിജയിക്കുക തന്നെ ചെയ്യും. യു വിൽ സക്സീഡ്, നീ വിജയിക്കും. ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായി ജോലി ചെയ്താൽ, യു വിൽ സക്സീഡ്, നീ വിജയിക്കും, വിജയം കൈവരിക്കും. അഗർ തും മെഹനത്ത് കരോगे तो तुम सफल हो जाओगे. അഗർ, ഈ തും മെഹനത്ത്, പരിശ്രമം, കഠിനാധ്വാനം, ഹാർഡ് വർക്ക്, മെഹനത്ത് കരോगे तो, അഗർ തും മെഹനത്ത് കരോगे तो, ഇഫ് യു വർക്ക് ഹാർഡ്, തും സഫൽ ഹോ ജാവോगे, നീ വിജയിക്കുക തന്നെ ചെയ്യും, നീ കഠിനാധ്വാനം ചെയ്താൽ വിജയിക്കും. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. ഞാൻ നിന്നെ പ്രതി വളരെയധികം അഭിമാനം കൊള്ളുന്നു. എനിക്ക് നിന്നെ പ്രതി വളരെ അഭിമാനമുണ്ട്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. മുझे തും പർ സച്ച് മേ ഗർവ് ഹേ. മുझे, എനിക്ക്, തും പർ, നിന്നിൽ, സച്ച് മുച്ച് ഗർവ് ഹേ, വളരെയധികം, സത്യത്തിൽ ഒത്തിരി, പ്രൗഡ് ഓഫ് യു, നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. മുझे, എനിക്ക്, തും പർ, നിന്നിൽ, സച്ച് മുച്ച് ഗർവ് ഹേ, നിന്നെയോർത്ത് വളരെയധികം അഭിമാനമുണ്ട്. എനിക്ക്, ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. മുझे തും പർ സച്ച് മുച്ച് ഗർവ് ഹേ. മുझे, എനിക്ക്, തും പർ, നിന്നിൽ, സച്ച് മുച്ച് ഗർവ് ഹേ, നിന്നെക്കുറിച്ച് എനിക്ക് ശരിക്കും അഭിമാനമുണ്ട്. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് മൊമെൻറ്റ്. ഐ വിൽ നെവർ ഫോർഗെറ്റ്, ഞാൻ ഒരിക്കലും മറക്കൂല. എന്ത്? ദിസ് മൊമെൻറ്റ്, ഈ നിമിഷം. ഈ നിമിഷം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് മൊമെൻറ്റ്, ഈ പ്രത്യേക നിമിഷം. ഐ വിൽ നെവർ ഫോർഗെറ്റ്, ഞാൻ ഒരിക്കലും മറക്കില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് മൊമെൻറ്റ്. മേം ഈസ് പൽ കോ കബി നഹി ഭൂലൂങ്ക. മൊമെൻറ്റ് എന്നുള്ളതിന് പൽ. മേം, ഞാൻ, ഇസ് പൽ കോ, ഈ നിമിഷത്തെ, കബി നഹി ഭൂലൂങ്ക, ഒരിക്കലും മറക്കില്ല. കബി എന്ന് പറഞ്ഞാൽ ഒരിക്കലും, നഹി ഭൂലൂങ്ക, ഒരിക്കലും, ഭൂലൂങ്ക മറക്കില്ല. ഫോർഗെറ്റ് എന്നുള്ളതാണ് ഭൂലൂങ്ക. മേം ഇസ് പൽ കോ കബി നഹി ഭൂലൂങ്ക, ഈ നിമിഷം ഞാൻ ഒരിക്കലും